Good morning, students. Today we are going to start our new unit, Unit 3. It's Man and Media. Are you ready? Let's start then. You can see here Man and Media. This unit, there is a pic like in our world globe in the mold. They are giving so many like message, computer, laptop, mobile, so many things they are given that we are using now. At present, we are using some gadgets. No, based on that only, these picture is given. And then media means we know the things that we are using for communication. Okay, and then next same thing here, one more pic is there again in globe. This shows the development. Okay, this shows the improvement of communication or transportation from olden period to the present. Now at present, how we are communicating, it exactly so shows the clear image of communication. So first we start with DAO, isn't it? അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബൈ യൂസിങ് ദ ഡോങ്കി ആൻഡ് ദെൻ ബൈ റൈഡ് ആൻഡ് ദെൻ പിന്നെ പോണി യൂസ് ചെയ്തു, പോണി ഇൻ ദ സെൻസ് ഹോഴ്സ് റൈഡ് യൂസ് ചെയ്തു, പിന്നെ റേഡിയോ, മൊബൈൽ, ടി വി, ട്രെയിൻ ആൻഡ് ഫൈനലി വി കം ടു എയറോപ്ലെയിൻ, ജെറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. So this is the develop. We can see how the communication or transportation is developed through ages. Okay, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഡെവലപ്പായി വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ പിക്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു സീ ദ കമ്മ്യൂണിക്കേഷൻ മീഡിയ എങ്ങനെ ഡെവലപ്പായത്, ഓരോന്ന് എങ്ങനെ കണ്ടുപിടിച്ചു, ആരാണ് കണ്ടുപിടിച്ചത്, that we are going to see now in this unit. Okay, Man and Media, the unit name itself we know, the Man and Media. So മാനും അവർ കണ്ടുപിടിച്ച മീഡിയാസിൻ്റെ യൂസേജും എങ്ങനെയാണുള്ളതൊക്കെ കംപ്ലീറ്റ്ലി വി ആർ ഗോയിങ് ടു സീ ഫ്രം പോണി എക്സ്പ്രസ് ടു നൗ കമ്പ്യൂട്ടർ വരെ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് വന്നത് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് വി ആർ ഗോയിങ് ടു discuss in this unit. Okay, so you see here, what do these pictures tell us about? It tells us about the communication, development of communication, isn't it? Then second question, do you remember stories in which birds and animals carried messages? You may heard such stories, isn't it? Like നമ്മളുടെ grandfather or grandmother, or like you can read it in some സ്റ്റോറി ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. പണ്ടൊക്കെ ഈ കിങ്സും ക്വീൻസൊക്കെ അങ്ങനെ രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ദേ യൂസ്ഡ് ടു സെൻഡ് മെസ്സേജസ് ത്രൂ ബേർഡ്സ് ഓൺലി. ഓക്കെ, ദേ യൂസ് ടു ടൈ ദ മെസ്സേജ് ഇൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ് വിൽ ഫ്ലൈ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. ഓക്കെ, ഒരു സംസ്ഥാനത്ത് നിന്ന് ഇനിയൊരു സ്റ്റേറ്റിലേക്ക് അങ്ങനെയൊക്കെ ദേ വിൽ ഫ്ലൈ ആൻഡ് പാസ് ദ മെസ്സേജ്. ഓക്കെ, ദറ്റ് ഈസ് ദ method they are using to communicate from one to other. But അനിമൽസ് ബേർഡ്സൊക്കെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പിന്നെ മെസ്സഞ്ചർ അയച്ചു, മെസ്സഞ്ചർ ഒരാളെ തന്നെ അങ്ങനെ മെസ്സേജ് അയക്കാനായിട്ട് അയക്കും, അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ തേർഡ്, ഹൗ ആർ മെസ്സേജസ് കൺവേഡ് നൗ ഡേയ്സ്? നൗ വി ആർ കൺവേയിങ് മെസ്സേജസ് ത്രൂ obviously mobile and the FB, പിന്നെ എന്താ വാട്സപ്പ്, മെയിൻലി വാട്സപ്പ്, ഇൻസ്റ്റ. വി ആർ യൂസിങ് സോ മെനി medias to send messages within a fraction of second, isn't it? ഒരു സെക്കൻഡ് പോലും വേണ്ട, അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് now we can send messages to anybody in any place of the world അല്ലേ. Yes, so now here is a passage that shows the evolution of messages. Okay, എവല്യൂഷനിൽ എങ്ങനെയാണ് ഫസ്റ്റ് എങ്ങനെയാണ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്, അതായത് ഈ ബേർഡ്സ് അയച്ചിട്ട് പിന്നെ മനുഷ്യന്മാർ അയച്ചിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ ഒരു ശരിക്കും ഒരു വിപ്ലവം ഉണ്ടാക്കിയത് ഏതാണ് ഫസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മെസ്സേജസ് പാസ് ചെയ്യുന്നതിൽ ഫസ്റ്റായിട്ട് വന്നത് ഏതാണ്? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. ഓക്കെ, nowadays when we want to communicate we either email a person or send an SMS. Everything happens by the clicking of a mouse or the pressing of a few buttons. It was not so in the near past.
Most people wrote letters, put them in an envelope, got them stamped, dropped them in the post box, and waited patiently to hear from the other person. Okay, we know that. Now if we want to send communicate with someone, നമ്മൾ email or otherwise we are sending messages through email, otherwise in WhatsApp we are sending messages, but in past it's not like that. So letters, okay, then you know your parents used to do that. Okay, mainly we used to write letter എഴുതാ, പിന്നെ envelope ഇട്ട് പോസ്റ്റ് അതിൽ സ്റ്റാമ്പൊക്കെ ഒട്ടിക്കണം. കുറേ പൈസ 5 രൂപ 10 രൂപ ഓരോ റേറ്റിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടാവും. നമ്മൾ എവിടെ ഇന്ത്യൻ്റെ ഉള്ളിൽ എഴുതാണെങ്കിൽ അതിനൊരു സ്റ്റാമ്പ്, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാമ്പ്, അല്ല ഔട്ടർ ഫോറിനിലേക്ക് എഴുതാണെങ്കിൽ അതിന് വേറെ സ്റ്റാമ്പ്, അങ്ങനെയൊക്കെ അത് വാങ്ങിച്ച് ഒട്ടിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ പോസ്റ്റ് ബോക്സ്. അപ്പോൾ പോസ്റ്റ് ബോക്സിൽ നിന്ന് പോസ്റ്റ്മാൻ എടുത്ത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ വെച്ച് അതൊക്കെ ഇതാക്കി, പിന്നെ അപ്പുറത്ത് നമുക്ക് ആർക്കാണോ എഴുതിയത് അവരുടെ കയ്യിൽ കിട്ടണം. പിന്നെ അവർ അവിടെ നിന്ന് റീപ്ലൈ അയക്കണം. അവർക്ക് ഇതേ പ്രോസസ്സൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കയ്യിൽ കിട്ടുന്ന വരെ വി ഹാവ് ടു പേഷ്യൻ്റ്ലി വെയിറ്റ്. ഇസൻ്റ് ഇറ്റ്. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ഒരു 2 മിനിറ്റ് ആ ബ്ലൂ ടിക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ആ ഒരു ഇതെന്താ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാത്ത ആ ഒരു ഇതിലായിരിക്കും. വി ആർ നോട്ട് ഹാവിങ് പേഷ്യൻസ് അറ്റ് ആൾ. ഇസൻ്റ് ഇറ്റ്. നമുക്ക് അപ്പം അയച്ചാൽ അപ്പം അവിടെ ബ്ലൂ ടിക്ക് കാണണം, എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലേ? ബട്ട് ഇൻ പാസ്റ്റ് ടൈം it's not like that. Okay, they have waited patiently to get message from another person. Okay, and then way back in 1850s, letters went on horseback from the east to the west of America. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. So what happened? So in 1850s, ഓക്കെ, ഇനി 1850s എന്ത് ചെയ്തു? ലെറ്റേഴ്സൊക്കെ ഹോഴ്സ് ബാക്കിൽ ഫ്രം ഈസ്റ്റ് അമേരിക്ക ടു വെസ്റ്റ് സൈഡ് ഓഫ് അമേരിക്ക വരെ ലെറ്റേഴ്സ് ഹോഴ്സ് ബാക്കിൽ ഇരുന്നിട്ടാണ് പാസ് ചെയ്തത്. ഓക്കെ, ദെൻ വൺ ഫ്രൈറ്റ് കമ്പനി ഉണ്ട്. അഗൈൻ ഫ്രൈറ്റ് ഇൻ ദ സെൻസ് ഈ ചരക്ക് കാർഗോ കമ്പനി എന്നൊക്കെ പറയൂലേ, എന്താ കുറേ ഈ ഗുഡ്സ് കുറേ ഈ തിങ്സിനൊക്കെ ബൾക്കായിട്ട്, ഓക്കെ, ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ കയറ്റി അയക്കുന്ന കമ്പനി ഉണ്ടാവില്ല, ദാറ്റ് ഇസ് ചരക്ക് കമ്പനി എന്നൊക്കെ പറയില്ല, അതാണ് ഫ്രൈറ്റ് കമ്പനി. ഓക്കെ, ആൻഡ് they want to speed things up. Okay, they want to send the message little bit faster than the older method. Okay, so they took 80 men to take the mail to the west on horseback. Okay, so ഈസ്റ്റിലേருந்து വെസ്റ്റ് ഓഫ് അമേരിക്കയിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ അവർ 80 men ഹയർ ചെയ്തു മീൻസ് അവിടെ പണിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദ പോണി എക്സ്പ്രസ്. സോ ദറ്റ് ഈസ് ദ എവല്യൂഷൻ ഓഫ് മെസ്സേജ് അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, ദ പോണി എക്സ്പ്രസ്. പോണി പറഞ്ഞാൽ എന്താ? യെസ്, ഹോർസ്. Okay, the Pony Express was formed. The riders for the Pony Express were chosen for their light weight as well as their riding ability. Most of them were young boys. The route they undertook was a rugged one. So what is telling here? So 1860 Pony Express start ചെയ്തു. So the workers, that is the Pony Express riders, അതിനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടാവില്ല. അതെന്താണ് മെയിനായിട്ട്? ദേ ഷുഡ് ബി ലൈറ്റ് വെയ്റ്റ്. അതിന് ഓവർ വെയ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നല്ല റൈഡർ ആയിരിക്കണം. ഓക്കെ, ദേ ഷുഡ് ഹാവ് ഗുഡ് റൈഡിങ് എബിലിറ്റി. അപ്പോൾ നല്ല റൈഡറും ആയിരിക്കണം. ഓവർ വെയ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് വെയിറ്റ് കൂടുമ്പോൾ അപ്പോൾ ഹോർസ് ഓടുന്നതിൻ്റെ സ്പീഡ് കുറയും, വെയിറ്റ് കൂടും. പിന്നെ വെയിറ്റ് കുറവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ സ്പീഡ്, ക്യാൻ ഏബിൾ ടു റൺ ഫാസ്റ്റർ ദാൻ ദ കുറച്ചും കൂടി വെയിറ്റുള്ള ആൾക്കാരെക്കാട്ടിലും വെയിറ്റ് കുറയുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആളെയാണ് പ്രിഫർ ചെയ്തത്. പിന്നെ അവർ പോകുന്ന റോഡും, ദ റൂട്ട് ദേ അണ്ടർടുക്ക് ഫോർ sending messages, it was a rugged one in the sense rugged new word ആണ്. എന്താ not even uneven rock ആയിട്ടുള്ള നമ്മളിപ്പോൾ റോഡൊക്കെ ഇങ്ങനെ ടാർ ചെയ്ത റോഡ്, പിന്നെ എന്താണ് ഇൻ്റർലോക്ക് ചെയ്ത റോഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത റോഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ആ ടൈമിൽ 1860s അങ്ങനത്തെ റോഡൊക്കെ ഉണ്ടായിരുന്നു. നോ, ദേ ഹാവ് ടു ട്രാവൽ ത്രൂ ടെറൈൻസ്, മൗണ്ടെയ്ൻസ്,
റഗ്ഡ് റോഡ്സ് ആണ്. റഗ്ഡ് മീൻസ് ഇങ്ങനെ പാറ കഷ്ണങ്ങളും കല്ലും ഒക്കെ ഉള്ള തീരെ ഈവൻ ഇല്ലാതെ ഓക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഇങ്ങനെ മലേൻ്റെ മുകളിലും അങ്ങനത്തെ ഒരു റോഡിലൊക്കെ പോവുക. അവിടെ ഒന്നും റോഡ് ഇങ്ങനെ ഈവൻ ആയിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ മുകളിലും താഴത്തും ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ റോഡിൽ കൂടെയാണ് അവർ ട്രാവൽ ചെയ്ത് പോകേണ്ടത് ടു പാസ് ദ മെസ്സേജ്. It went from St. Joseph, Missouri to Sacramento, California, a distance of over 1,800 miles. Each rider rode a total of 75 miles, changing ponies at different stations. Okay, so they have to travel from where to where? St. Joseph, Missouri to Sacramento in California. Okay, അപ്പോൾ അവർ എത്ര കിലോമീറ്റർ കവർ ചെയ്യണം? 1,800 മൈൽസ്. ഒരു മൈൽ പറഞ്ഞാൽ ഹൗ മെനി കിലോമീറ്റേഴ്സ്? ഇറ്റ് ഇസ് 1.6 കിലോമീറ്റർ. ഓക്കെ, 1.5 കിലോമീറ്ററിനെക്കാട്ടിലും ഇത്തിരി കൂടുതലാണ്, ഒരു 100 മീറ്റർ കൂടുതലാണ്. ഓക്കെ, സോ 1.6 കിലോമീറ്റർ. സോ 75 ഒരു 75 മൈൽസ് അവർ ഫിനിഷ് ചെയ്യുമ്പോഴും അവിടെ അവർ പോണീസിന്, ദറ്റ് ഇസ് പോണി പറഞ്ഞാൽ സ്മാൾ ഹോർസാണ്. ഓക്കെ, അതിന് ചേഞ്ച് ചെയ്തിട്ട് പോകണം. ബിക്കോസ് അത്രയും ദൂരം ഓടിയതിന് അതിന് ടയർഡ് ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയില്ലല്ലോ. സോ ദേ ഹാവ് ടു ചേഞ്ച് ദ പോണീസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേഷൻ. ഓരോരോ സ്റ്റേഷൻ ഉണ്ടാവും, അതായത് ഈ പോണി എക്സ്പ്രഷൻ്റെ സ്റ്റേഷൻ. അവിടെ പോയിട്ട് അവർ റൈഡ് ചെയ്ത് വന്ന ആ പോണീനെ വിട്ടിട്ട് അവർ ആ ബാഗിനെ മറ്റേ പോണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ അപ്പം തന്നെ അവർ റീസ്റ്റാർട്ട് ചെയ്യും അവരുടെ ട്രാവൽ. Okay, pony riders. And then the mail was carried in 4 leather boxes which were attached to a special saddle blanket thrown over the saddle. The changing of ponies was done in 2 minutes. Okay, so the mail was carried in 4 leather boxes, okay, which were attached. Okay, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐ വിൽ ഷോ യു ദ പിക്ക്. പോണി എക്സ്പ്രസിൻ്റെ പിക്ക് ഐ വിൽ ഷോ യു. കണ്ടോ, ദിസ് ഇസ് ദ പോണി എക്സ്പ്രസ് റൈഡറിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻ സെൻറ്റ് ജോസഫ് മിസോറിയിലില്ല, ഞാൻ പറഞ്ഞല്ലോ അവിടെ അല്ല, ഇറ്റ്സ് എ സ്റ്റാച്യു ആണ്. ഇൻ ദറ്റ് യു ക്യാൻ സീ ഹിയർ, യു സീ ദിസ് ഇസ് ദ സാഡിൽ. ഓക്കെ, സാഡിൽ പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കുതിരേൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ലെതറിൻ്റെ ബാഗ് പോലത്തെ സാധനം ഇട്ടിട്ടുണ്ടാവും അല്ലേ. വി ക്യാൻ സീ ദറ്റ്, ഐ വിൽ ഷോ യു നൗ. ദാ കണ്ടോ, ദിസ് ഇസ് സാഡിൽ. ഓക്കെ, കുതിരേൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ, ഇങ്ങനെ ചില സ്ഥലത്ത് ഈ ഊട്ടി കൊടൈക്കനാലിലോ ഒക്കെ പോകുമ്പോൾ വി ക്യാൻ ഏബിൾ ടു സീ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും കുതിരേൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല, ബട്ട് ഈ പിക്ചർ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇൻ സംവേ, എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഇസ് സാഡിൽ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, ഇതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇവരിങ്ങനെ ഈ ലെതർ ബാഗ് ഇട്ടിട്ടുണ്ടാവും. യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഒരു ബാഗ് കണ്ടോ, ഇവിടെ ഒന്ന് ഇതേപോലെ അപ്പുറത്ത് 2 ഉണ്ടാവും. 4 ലെതർ ബാഗ്സ് ഉണ്ടാവും ഇൻ ദറ്റ് സാഡിൽ. അപ്പോൾ ആ ലെതർ ബാഗ്സിൻ്റെ ഉള്ളിലാണ് ദേ യൂസ്ഡ് ടു കീപ് ദ മെസ്സേജസ്. ഓക്കെ, ആ മെസ്സേജസ് ഒക്കെ ഉണ്ടാവില്ല, ലെറ്റേഴ്സ് സ്മാൾ അതൊക്കെ ദേ വിൽ കീപ് ഇറ്റ് ഇൻസൈഡ് ഓൺലി. സോ അത് വിട്ടിട്ടാണ് ദേ വിൽ ഗോ. യു ക്യാൻ സീ ദേ ഷുഡ് ബി ലൈറ്റ് വെയ്റ്റ്, ദേ ഷുഡ് ബി ഫാസ്റ്റർ. അവർ പോകുന്ന റോഡും ഇറ്റ് വിൽ ബി അൺഈവൻ റഗ്ഡ് റോഡായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? Okay, so the mail was carried in 4 leather boxes. I showed you now, no, where അത് സാഡിൽ നോട് അറ്റാച്ച് ആയിട്ടുണ്ടാവും. പിന്നെ ത്രൂ ഓവർ ദ സാഡിൽ, ആ സാഡിൽ ഞാൻ കാണിച്ചു അതിൻ്റെ മുകളിലേക്കായിട്ട് അത് ഇട്ടിട്ടുണ്ടാവും. സോ ദ ചേഞ്ചിങ് ഓഫ് പോണീസ്, നമ്മൾ പറഞ്ഞല്ലോ ആ സ്റ്റേഷനിൽ പോയിട്ട് ഓരോരോ 75 മൈൽസിനും ദേ ഹാവ് ടു ചേഞ്ച് ദ പോണി. ആ പോണീൻ്റെ അതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന ടൈം എത്രയാണ്? ഓൺലി 2 minutes. ഓക്കെ, 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആ ലെതർ ബാഗ് ഈ പോണിയിൽ നിന്ന് ആ പോണിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അവർ പോകണം. Within 2 minutes. Okay, they should not take more than 2 minutes. And then the speed was a bonus because it cut the average delivery time from several weeks to about 10 days. The fastest trip was made in 7 days and 17 hours. This record was set by the rider carrying President Abraham Lincoln's first message to the US Congress. Okay, അതിൽ അവർ സ്പീഡ് ഒരു ബോണസാണ്. ബിക്കോസ് അവർ എത്ര സ്പീഡിൽ പോകുന്നു അത്രയും ടൈം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ ദെൻ ഡിലേ ആവും, സ്പീഡ് പോകണമെങ്കിൽ അവർക്ക് വേഗം പോകാൻ പറ്റും. ആൻഡ് ദെൻ സെവറൽ വീക്സ് ടു അബൌട്ട് 10 days വരെ അവർക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും ഇഫ് ദേ ആർ ഗോയിങ് ഫാസ്റ്റ്. ആൻഡ് ദെൻ ദി ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് അങ്ങനെ മെസ്സേജ് ഡെലിവറി ചെയ്തതിൽ ഒരു റെക്കോർഡ് ഉണ്ട്. അത് എവിടേക്കാം?
ആബ്രഹാം ലിങ്കൻസ് മെസ്സേജിന് US കോൺഗ്രസ്സിലേക്ക് എത്ര ദിവസം കൊണ്ട്? 7 days 17 hours കൊണ്ട് അവിടെ എത്തിച്ചു. ദറ്റ് ഈസ് ദ റെക്കോർഡ്. ഓക്കെ, ആൻഡ് ദെൻ ദ പുവർ റൈഡേഴ്സ് ഹാഡ് ടു റൈഡ് ത്രൂ അൺനോൺ ടെറൈൻ. സം റൂട്ട്സ് എക്സ്പോസ്ഡ് ദെം to attacks from Red Indians and led them through dangerous territories. Newspaper advertisements for raiders listed on important recruitment, that is orphans preferred. Though exciting, the Pony Express was a short-lived experiment. It lasted for only 19 months. By then, there was a telegraph line from coast to coast. This was definitely a faster way of sending messages. But the invention of the radio brought in a great revolutionary change in the field of communication. Okay, so and then what happened? The poor riders, no, അവർ എന്ത് ചെയ്യുന്നു? ത്രൂ അൺനോൺ അവർ തീരെ അൺനോൺ ടെറൈൻസ് മീൻസ് അവർക്ക് തീരെ പരിചയമില്ലാതെ അതുവരെ അറിയാത്ത ഒരു റോഡിലൂടെ ഒക്കെ ടെറൈൻസ് മൗണ്ടെയിൻസിലൂടെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകേണ്ടി വരും. ആ ടൈമിൽ അവർക്ക് കുറേ അവർ അറ്റാച്ച് ചില ഈ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചോട്ടാ ഭീമിലൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സീൻസൊക്കെ. അങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ദേ മേക്ക് ദം സ്ലേവായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റും, അവർ അടിമയാക്കിയിട്ട് പണിയെടുപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരോ ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അവരെ പിടിക്കും അങ്ങനെ അറിയാത്ത മൗണ്ടെയിൻസിലെ കൂടിയൊക്കെ പോകുന്ന സമയത്ത്. അതിൽ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ട് തന്നെ ഇട്ടേച്ചിട്ട് പോകലുണ്ട് അവരുടെ ഇതൊക്കെ ഹോഴ്സൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസും ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയൊക്കെ അവർ ഫേസ് ചെയ്തിട്ടാണ് ആ റൈഡ് ചെയ്ത് പോകുന്നത്. സോ ഇവർ ഈ പോണി റൈഡേഴ്സ് റിക്രൂട്ട്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് എന്താ? ദേ ഷുഡ് ബി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ദേ ഹാവ് ടു ബി എ ഗുഡ് റൈഡർ. അത് രണ്ടാണല്ലോ കണ്ടത്. അത് കൂടാതെ വേറെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട്. അതെന്താണ്? യു ക്യാൻ സി ഓർഫൻസ് പ്രിഫേർഡ്. ഓക്കെ, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവരെങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് എന്താ? ഓർഫൻസ് പ്രിഫേർഡ്. സോ ഓർഫൻസ് ആകുമ്പോൾ അവർക്ക് അങ്ങനെ അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ ആരുണ്ടാവില്ല ഓർഫൺ ആകുമ്പോൾ. അതല്ല ഇപ്പോൾ ഫാമിലിയിലുള്ള ഒരാളാണെങ്കിൽ അവർ ചോദിക്കും അവരെവിടെ പോയി, പിന്നെ അവർ കോമ്പൻസേഷൻ കൊടുക്കണം, അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഓർഫൺ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. സോ അങ്ങനെ അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ ഓർഫൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും ഇതിൽ ചെയ്തിട്ടും ഇറ്റ്സ് എ ഷോർട്ട് ലീവ്ഡ് എക്സ്പെരിമെൻറ്റ് ഓൺലി. ഈ കുറേ കാലത്തേക്ക് ഒന്നും ഈ പോണി എക്സ്പ്രസ് മുന്നോട്ട് പോയിട്ടില്ല. ബിക്കോസ് അപ്പോഴാണ് എന്താണ്, ഇറ്റ് ലാസ്റ്റഡ് ഫോർ ഓൺലി 19 months. ഓക്കെ, ഹൗ മെനി മന്ത്സ്? ദറ്റ് ഈസ് 1 year and 7 months. അല്ല, 1 year 7 months ആണ് ഈ എക്സ്പ്രസ് വർക്ക് ചെയ്തത്. ബിക്കോസ് വൈ? അപ്പോൾ ടെലഗ്രാം കണ്ടുപിടിച്ചു. ടെലഗ്രാം എന്നുള്ളത് വി വിൽ സി നെക്സ്റ്റ്. നമ്മൾ ടെലഗ്രാമിന് എന്താണെന്ന് നോക്കും. ഓക്കെ, അത് അടുത്ത ഇൻവെൻഷനാണ്. ബൈ യൂസിങ് വയർ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ് ദേ സെൻഡ് മെസ്സേജ്. ഈ പോണി എക്സ്പ്രസിനെക്കാട്ടിലും പെട്ടെന്ന്, അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആ ടെലഗ്രാം യൂസ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെലഗ്രാമും പോയി, അത് കഴിഞ്ഞ് റേഡിയോ റെവല്യൂഷൻ. ഓക്കെ, അതാണ് വിപ്ലവം എന്നൊക്കെ പറയൂലേ. റേഡിയോ എന്നുള്ള ഒരു റേഡിയോ കണ്ടുപിടിച്ചപ്പോൾ ടെലഗ്രാമും അവിടെ സൈഡിലേക്ക് ഇട്ടു. അത് അതിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. ഓക്കെ, നമ്മൾ റേഡിയോനെ പറ്റിയിട്ടും ടെലഗ്രാം, TV എല്ലാ വി വിൽ സി 1 by 1 in this unit. Okay, so I hope you understood this. So main thing is pony riders, how they used to travel from one place to another place, the eligibility for them, ഇതൊക്കെയാണ്. So we are having some side questions here. Everything happens by the click of a mouse or the pressing of a few buttons. What does the writer mean by this? What does the writer? Yes, we can send message, നമ്മൾ ഈ മൗസ് യൂസ് ചെയ്തിട്ടും, that is we can send message within a fraction of second. That is what the writer mentioned here. We can send a message to one person from anywhere in the country. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാം within 1 or 2 seconds പോലും വേണ്ട, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ വി ക്യാൻ സെൻഡ് മെസ്സേജ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് വാസ് ദ പോണി എക്സ്പ്രസ് ഫോംഡ്?
ഇതാണ് ലെറ്റർ വെൻ ദറ്റ് ഈസ് ഇങ്ങനെ ഒക്കെ സ്ലോ ആയിട്ട് ദറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ലോ ആയിട്ടുള്ള സമയത്ത് അതിൽ ഒരു എന്ത് ചെയ്തു സ്പീഡ് തിങ്സ് അപ്പ് ടു സ്പീഡ് അപ്പ് തിങ്സ് ആണ് ഫ്രൈറ്റ് കമ്പനി എന്ത് ചെയ്തു സ്പോണി എക്സ്പ്രസ്സിന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ വൺ ഫ്രൈറ്റ് കമ്പനി ഡിസൈഡ് ടു സ്പീഡ് തിങ്സ് അപ്പ് ബൈ 80 men അങ്ങനെ ഹയർ ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് അപ്പ് തിങ്സിന്. ഓക്കെ, അതിന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലിസ്റ്റ് ദ മോഡേൺ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്? ഇമെയിൽ, SMS, പിന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, FB, ഇൻസ്റ്റ. We can write anything. Okay, and then in what sense was a speed bonus? Speed bonus in the sense they can reach the place. They can the average delivery time from several weeks to about 10 days. Okay, അവർ പെട്ടെന്ന് ആ സ്ഥലം റീച്ച് ചെയ്യാൻ പറ്റും. They can able to reach the place faster. So അതാണ് speed was a bonus. And then what were the difficulties experienced by the riders? What are the difficulties? നമ്മളിവിടെ കണ്ടല്ലോ, the poor riders അല്ലേ, ദറ്റ് ഈസ് ഇവിടെ the poor riders and Red Indians through them. So ഇവിടെ വരെ dangerous territories ഇതുവരെ. ഇതാണ് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ. Then 6th one, why was the Pony Express their short-lived experiment? By then, yes, by then there was a telegraph line from coast to coast invented. ഓക്കെ, ഒരു ടെലഗ്രാം ഇൻവെൻറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻവെൻറ്റ് ചെയ്തപ്പോഴാണ് പോണി എക്സ്പ്രസിൻ്റെ ഫങ്ഷന് സ്റ്റോപ്പായി പോയത്. ഓക്കെ, and then next, do you want to know how messages were conveyed in the past in your locality? You can ask your elders about it. What questions would you ask? Frame at least 5 questions. So this what you have to write is, we have to write in like you can ask your grandmother or grandfather, not even your father and mother, grandmother, grandfather, അവർ ചെറുപ്പത്തിലുള്ള സമയത്ത് when they are younger, when they are kids, how the messages are passed from one place to another place, what are the methods they are using, അവർ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്തിട്ടാണ് മെസ്സേജസ് കൺവേ ചെയ്തത്, അതൊക്കെ നമുക്ക് ചോദിക്കണം. അത് ചോദിക്കുന്നതിന് അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിക്കും? how did you communicate with your friends, അല്ല how did you send message, ഇതൊക്കെയാണല്ലോ. അതേപോലെ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ഇവിടെ എന്താ മൂന്ന് ലൈനല്ലല്ലോ. So you can write any 3 questions, 5 questions we have to write. So here you can write, if this space is not enough, you can write in your notebook, new page എടുക്കുക, unit 3 man and media എന്നുള്ള ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് you can write answer for this. Okay, you can write any 5 questions that you can ask to your grandparents. ഓക്കെ, അവരോട് ചോദിച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ്, ആൻസർ അല്ല അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നല്ല എഴുതേണ്ടത്, അവരോട് നിങ്ങൾ എന്താണ് ചോദിക്കുക, ആ ചോദ്യമാണ്, ആ ക്വസ്റ്റ്യനാണ് യു ഹാവ് ടു റൈറ്റ് ഹിയർ. ഓക്കെ, ക്ലിയർ? So from next the radio onwards we can see in the next class. I hope this you understood. Thank you children.